അത്ഭുതകരമായിരിക്കുന്ന ജനനങ്ങൾ ചരിത്രത്തിലുണ്ടായിരിക്കുന്നത് നാം വിശുദ്ധ ബൈബിളിൽ കാണുന്നുണ്ട്. ദൈവഭക്തന്മാരുടെ ചരിത്രത്തിൽ കാണുന്നുണ്ട്. സാധാരണ ജനനങ്ങൾക്ക് നാച്ചുറൽ ആൻഡ് കോമൺ, സാധാരണയും സ്വാഭാവികമായിരിക്കുന്ന ജനനങ്ങളാണ്. There are special birth of miracles. വളരെ എടുത്തു പറയാവുന്ന പ്രത്യേകതയുള്ള ജനനങ്ങളെ നാം കാണുന്നുണ്ട്, അത്ഭുത ജനനങ്ങൾ എന്നുള്ള നിലയിൽ. അങ്ങനെയുള്ള ഒരു അത്ഭുത ജനനത്തെക്കുറിച്ച് നാം തിരുവഴുത്തിൽ കാണുന്ന പല ജനനങ്ങളുണ്ട്. അതിലൊന്ന് യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചാണ് പറയുന്നത്. യോഹന്നാൻ്റെ പിതാവ് സക്കറിയ പുരോഹിതൻ ദേവാലയത്തിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷനായി തനിക്ക് ഉണ്ടാകുവാൻ പോകുന്ന മകനെക്കുറിച്ച് മുൻകൂട്ടി പ്രസ്താവിക്കുകയുണ്ടായി. ആ മകൻ്റെ അത്ഭുത ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ ആ മകൻ്റെ ജനനത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പല കാര്യങ്ങൾ നാം വായിക്കുന്നുണ്ട്. അതിനുശേഷവും ലാസ്റ്റ് പാർട്ട് ഓഫ് വേഴ്സ് 17 തൻ്റെ ശുശ്രൂഷയുടെ സമ്മറി അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. യെസ്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. To make ready a people prepared for the Lord. കർത്താവിന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന, ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിനായി സജ്ജമാക്കേണ്ടതിന്, തയ്യാറാക്കേണ്ടതിന്. To make ready a prepared people. ഒരുക്കമുള്ള, ഒരുങ്ങപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനത്തെ കർത്താവിന് വേണ്ടി റെഡിയാക്കുവാൻ, തയ്യാറാക്കുവാൻ. ഇതാണ് യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം, തൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം. ഇവിടെ രണ്ട് വാക്ക് നിങ്ങളെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരികയാണ്. Prepared people, made ready, a people made ready. Preparation and readiness, അതിൻ്റെ വ്യത്യാസം ഒന്ന് ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം. പ്രിപ്പറേഷൻ, എന്താ പ്രിപ്പറേഷൻ? ഒരുക്കപ്പെടുക. നിങ്ങളൊരു വിദൂര യാത്രയ്ക്ക് വേണ്ടി തയ്യാറാകുകയാണെന്നിരിക്കട്ടെ. പല ദിവസങ്ങൾ ഒരിടത്ത് പോകണം, അതിനുശേഷം പല ദിവസങ്ങൾ കഴിഞ്ഞാണ് തിരിഞ്ഞു വരുന്നത്. സോ ഇറ്റ്സ് എ ലോങ് ജേർണി. ആ യാത്രയ്ക്ക് വേണ്ടി പോകുന്നതിന് അനേക ദിവസങ്ങൾ, യാത്രയുടെ ദൈർഘ്യവും സമയവും അനുസരിച്ച് അനേക ദിവസങ്ങളിലെ ആഴ്ചകൾ, ചിലപ്പോൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രിപ്പറേഷൻ തുടങ്ങും, ഒരുക്കം തുടങ്ങും. നേരത്തെ തന്നെ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യുക, യാത്രയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കുക. അവിടെ ചെന്ന് താമസിക്കുമ്പോൾ തണുപ്പ് ഉള്ള സ്ഥലത്താണെങ്കിൽ ചിലപ്പോൾ സ്വെറ്റർ വേണ്ടി വന്നു വന്നിരിക്കും. നിങ്ങൾ ഉപയോഗിക്കുന്ന മരുന്ന് വല്ലതും ഉണ്ടെങ്കിൽ ആവശ്യത്തിന് മുൻകൂട്ടി വാങ്ങിക്കും. ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല. യു വിൽ പ്ലാൻ ആൻഡ് ഗെറ്റ് പ്രിപ്പയർഡ്. നിങ്ങളതിനെക്കുറിച്ച് പദ്ധതിയിട്ട് അതിനുവേണ്ടി പ്രിപ്പയർഡാവും, ഒരുക്കമുണ്ടാവും. ആ ഒരുക്കം അതിന് പല നാളുകൾ എടുക്കുന്നൊരു കാര്യമാണ്. എന്നാൽ യാത്ര ചെയ്യേണ്ട ദിവസം സാധാരണ എഴുന്നേക്കലും നേരത്തെ എഴുന്നേക്കും. വേഗമെല്ലാം ഡ്രസ്സൊക്കെ ചെയ്ത് എടുത്തു വെക്കേണ്ട കാര്യങ്ങൾ എല്ലാം പെട്ടെന്ന് ലാസ്റ്റ് മിനിറ്റിൽ എടുക്കേണ്ട കാര്യങ്ങളെല്ലാം എടുത്ത ശേഷം നിങ്ങൾ ഇവിടുന്നാണ് യാത്ര പുറപ്പെടണമെന്ന് വെച്ചാൽ, ട്രെയിനാണെങ്കിലും എയർപോർട്ടാണെങ്കിലും നിങ്ങളവിടത്തേക്ക് വേഗം ചെന്ന്
നിങ്ങളുടെ യാത്ര ആരംഭിക്കും. ആ ലാസ്റ്റ് ഡേയിൽ സംഭവിക്കുന്ന ആ ഇതുണ്ടല്ലോ, ആ തുടക്കം, നേരത്തെ എഴുന്നേറ്റ് റെഡിയായി പോകുന്നതിനാണ് നമ്മൾ പറയുന്നത് ഗെറ്റിംഗ് റെഡി. സോ യു ഗെറ്റ് പ്രിപ്പയർഡ് ഫോർ മെനി ഡേയ്സ് ആൻഡ് ദ ഫൈനൽ ഡേ ഓഫ് ദി ഇവൻറ്റ് യു ഗെറ്റ് റെഡി. അനേക നാളുകൾ ഒരുങ്ങിയ ശേഷം ഒടുവിലത്തെ ദിവസം തയ്യാറാവും. ഇങ്ങനെയല്ലേ വിവാഹമൊക്കെ നടക്കും. എത്രയോ നേരത്തെ ആലോചന തുടങ്ങി, കല്യാണമൊക്കെ നിശ്ചയിച്ച് അതിനുശേഷം ഒരു ഗ്യാപ്പ് ഇട്ട ശേഷം എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുകയാണ്. ആരെയൊക്കെ വിളിക്കേണ്ടതെന്നുള്ള ലിസ്റ്റ് ഉണ്ടാക്കുന്നു. യു പ്ലാൻ എവ്രിതിങ്. കേറ്ററേഴ്സിനെ ബുക്ക് ചെയ്യുന്നു, പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നു, തുണിയെടുക്കുന്നു. ഓ, വലിയ പരിപാടിയാണ്. 2 മാസത്തെ ലോങ് പ്രോഗ്രാം, ഗെറ്റിംഗ് പ്രിപ്പയർഡ് ഫോർ എ മാരേജ്. വിവാഹത്തിന് വേണ്ടിയുള്ളൊരു ഒരുക്കം നടക്കുന്നു. എന്നാൽ വിവാഹ ദിവസം രാവിലെ നേരത്തെ വീട്ടിലുള്ളവരെല്ലാം എഴുന്നേക്കുന്നു. വിവാഹം കഴിക്കേണ്ട ആളെ എവിടെയാ? ബ്യൂട്ടീഷ്യൻ്റെ അടുത്താണോ? മണവാട്ടി മാത്രമല്ല ഒരുങ്ങുന്നു, മണവാട്ടിയുടെ വീട്ടുകാരും എല്ലാം ഒതുക്കുക. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ഒരുക്കം എന്നുള്ള കാര്യമാണ്. സോ ഗെറ്റിംഗ് റെഡി സമയമാകുന്നു. ദ ലാസ്റ്റ് ഡേ ഓഫ് ദ ഇവന്റ്, ആ ദിവസം വരുമ്പോൾ ഗെറ്റിംഗ് റെഡി, തയ്യാറാവും. യോഹന്നാന്റെ ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എ പീപ്പിൾ ഹു ആർ പ്രിപ്പയർഡ്, ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനത്തെ കർത്താവിന് വേണ്ടി തയ്യാറാക്കുക. ഈ ഒരു ശുശ്രൂഷ സംഭവിച്ചത് ഇസ്രായേലിനുള്ള ബന്ധത്തിലാണ്. വാഗ്ദത്തം ലഭിച്ച ആ ജനം, ഒരു ദീർഘകാല ചരിത്രം ഇസ്രായേൽ മക്കൾക്കുണ്ട്. ഈ ദീർഘകാല ചരിത്രത്തിൽ ഇസ്രായേലിനെ കാണുമ്പോൾ അവർക്ക് ലഭിച്ച വിളി, അവകാശങ്ങൾ, അനുഭവിച്ച അത്ഭുതങ്ങൾ, ലഭിച്ച നിയമങ്ങൾ, ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെയും അനുഗ്രഹീതരായിരുന്ന ഈ ജനം, നാം അവരുടെ ചരിത്രം നോക്കുമ്പോൾ അവർക്ക് ലഭിച്ച അനുഗ്രഹപ്രകാരം അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് നാം കാണുന്നില്ല. എ പീപ്പിൾ ഓഫ് ബ്ലെസ്സിങ് യെറ്റ് നോട്ട് ബ്ലെസ്സഡ്. അനുഗ്രഹം ലഭിച്ച ഒരു ജനം അനുഗ്രഹിക്കപ്പെട്ടില്ല എന്ന് നാം കാണും. അത് അതിൻ്റെ കാരണങ്ങൾ ഇവിടെ ഇരിക്കട്ടെ. എന്നാൽ ഇതിൻ്റെ എല്ലാം നടുവിൽ there was a small strain of people. യെസ്രായെ കാണുന്നു, നെഹമ്യാവിനെ കാണുന്നു, മൊർദെഖായിയെ കാണുന്നു, ദാനിയേലിനെ കാണുന്നു. ഇതിൻ്റെ നടുവിൽ ഒരു ചെറിയ കൂട്ടം ആളുകൾ തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹം, അതിൻ്റെ പദവി, അതിനെത്രയും വിലമതിക്കുവാനായിട്ട് പഠിച്ചവരാണ്. അങ്ങനെ വിലമതിച്ച് തങ്ങളറിഞ്ഞ ദൈവത്തെ തങ്ങളുടെ ഹൃദയം കൊണ്ട് സേവിച്ചും ആരാധിച്ചും പിൻപറ്റിയും പൊയ്ക്കൊണ്ടിരുന്നു. എങ്കിലും അവർക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ അനുഗ്രഹത്തിൻ്റെ നിവൃത്തിയിലേക്ക് ഒരിക്കലും അവർക്ക് വരാൻ കഴിഞ്ഞിരുന്നില്ല. അവർക്ക് ലഭിച്ച നിയമങ്ങൾ ഹൃദയപൂർവ്വവും മനഃപൂർവ്വവും അവർ അനുസരിക്കുവാൻ, നിവർത്തിപ്പാൻ ആത്മാർത്ഥമായി ശ്രമിച്ചു വന്ന ഒരു ചെറിയ കൂട്ടം ആളുകൾ ഇതിൻ്റെ നടുവിലുണ്ടായി. എന്നാൽ അവരുടെ അനുഭവം ഇതിൻ്റെ എല്ലാ നടുവിൽ ദൈവം നൽകിയ കൽപ്പനകളും നിയമങ്ങളും പാലിക്കാൻ ശ്രമിച്ച അവരുടെ ആത്മാർത്ഥതയിൽ അവർ ശ്രമിക്കുന്നതോറും അവരനുഭവിച്ചൊരു കാര്യം ഡിസ്ട്രസ്സാണ്, ഞെരുക്കമാണ്. They couldn't make it. അവരെത്ര ഹൃദയപൂർവ്വം ശ്രമിച്ചിട്ടും അവർക്കത് നിവർത്തിപ്പാൻ കഴിയുമായിരുന്നില്ല. ആ നിയമങ്ങളുടെ ആത്മാവിനെ
അവർക്ക് നിവർത്തിപ്പാൻ കഴിയുമായിരുന്നില്ല. കാര്യങ്ങൾ അക്ഷരപ്രകാരം നിവർത്തിച്ചാലും ആത്മാവിൽ അതിൻ്റെ അന്തസ്സത്തയിൽ എപ്പോഴും ഖണ്ഡനങ്ങളുണ്ടായിരുന്നു. വാസ്തവത്തിൽ നിയമങ്ങൾ, ന്യായപ്രമാണം നിവർത്തിക്കുക വാസ്തവത്തിൽ അസാധ്യമായിരുന്നു. നിയമങ്ങൾ പ്രമാണിക്കുവാൻ അവർ ശ്രമിക്കും തോറും കൂടുതൽ കൂടുതൽ അഗാധതയിൽ തങ്ങളുടെ പാപത്തിൻ്റെ പ്രകൃതത്തെ അവർ സ്പർശിച്ചുകൊണ്ടിരുന്നു. സത്യസന്ധമായും ആത്മാർത്ഥമായും ദൈവത്തെ സേവിക്കുവാൻ അവരുടെ ഹൃദയവും ജീവിതവും കൊടുത്തെങ്കിലും they were not a happy lot of people. സന്തുഷ്ടരായിരുന്ന ഒരു ജനതയായിരുന്നില്ല. ഇതുകൂടാതെ തന്നെ ഒരു ജാതി എന്നുള്ള നിലയിൽ അനേക തിക്താനുഭവങ്ങൾ കൂടി അവർ കടന്നുപോയി. പല രാജാക്കന്മാർക്ക് അടിമകളായി തീർന്നു. അവരുടെ സ്വന്തം ദേശത്തു നിന്ന് മാറി പ്രവാസത്തിലാകേണ്ട ഒരുപാട് സംഭവങ്ങൾ കൂടി അവർ കടന്നുപോയി. എന്നാൽ ഇതിൽ കൂടിയൊക്കെയും പോകുന്ന സമയത്ത് അവരുടെ ദുഃഖം, അവരുടെ ഞെരുക്കം, അവർ കൊണ്ടു നടന്ന നിയമങ്ങളുടെ നുകം, അവർ കടന്നുപോയ അടിമത്തം, ഇതിൻ്റെ എല്ലാം നടുവിൽ പ്രത്യാശ കൈവിടാത്ത ഒരു ജനമുണ്ടായിരുന്നു. അവരുടെ പ്രത്യാശയ്ക്ക് ആധാരമായിരുന്നത് എന്താണെന്നറിയാമോ? ഈ നിയമങ്ങളിലും അവരുടെ പ്രവാചകന്മാരുടെ പ്രവചനങ്ങളിലും എപ്പോഴും അവർക്ക് പ്രത്യാശ നൽകുന്ന ഒരു പ്രവാചകമുണ്ടായിരുന്നു. അതിതാണ്, your real blessing is yet to come. നിങ്ങളുടെ യഥാർത്ഥ അനുഗ്രഹം വരാനിരിക്കുന്നതേ ഉള്ളൂ. നോട്ട് now, ഇപ്പോഴല്ല. God will send a redeemer, a messiah for you. ദൈവം നിങ്ങൾക്കായി ഒരു വീണ്ടെടുപ്പുകാരനെ, ഒരു മെസ്സിഹായെ, ഒരു ക്രിസ്തുവിനെ അയക്കും. ദാറ്റ് വാസ് എ ഹോപ്പ്. ഇതിൻ്റെ എല്ലാം നടുവിൽ, ഞെരുക്കത്തിൻ്റെയും പരാജയത്തിൻ്റെയും ഒക്കെ നടുവിൽ they were looking forward for God's Messiah. ദൈവം അയക്കുന്ന മെസ്സിയായിക്ക് വേണ്ടി എപ്പോഴും അവരുടെ ഹൃദയത്തിൽ കാത്തിരുന്ന, പ്രത്യാശ കൈവിടാതെ കാത്തിരുന്നൊരു കൂട്ടരുണ്ട്. ഒരു ഭാഗത്ത് പ്രത്യാശ, വേറൊരു ഭാഗത്ത് ദൈവത്തിലുള്ള വിശ്വാസം, മറ്റൊരു ഭാഗത്ത് തങ്ങളാവോളം ദൈവത്തിൻ്റെ നിയമത്തെ സേവിക്കുക, പാലിക്കുക, ദൈവത്തെ ആരാധിച്ചു പോകുന്ന എ സ്മോൾ സ്ട്രെയിൻ ഓഫ് പീപ്പിൾ, ഒരു ചെറിയ കൂട്ടം ആളുകൾ. അങ്ങനെ കാത്തിരുന്ന ഒരു ചെറിയ കൂട്ടം ആളുകളുടെ ചെറിയ നാന്ദിയാണ്, ചെറിയ ശേഷിപ്പിൽപ്പെട്ട ആളുകളാണ് യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുവരുമ്പോൾ യേശുവിനെ കണ്ട് ഹൃദയത്തിൽ സന്തോഷിച്ച് ആനന്ദത്തോടെ പ്രവചിക്കുന്നതായിട്ടുള്ള ഹന്ന പ്രവാചകി, ശിമിയോൻ, ഇതെല്ലാം ഒറ്റപ്പെട്ട ആളുകളായിരുന്നു. ശ്രദ്ധിക്കുക, വാസ്തവത്തിൽ ഗോഡ്സ് പീപ്പിൾ ആർ സിംഗുലർ and lonely people here and there. എല്ലാ കാലത്തും ദൈവത്തിൻ്റെ ജനം ഒരു വലിയ കൂട്ടം സമൂഹം ആയിരുന്നില്ല. It was always one here and one there. ഇവിടെ ഒരാളും അവിടെ ഒരാളും. സിനഗോഗുകൾ നിറച്ച ആളുണ്ടായിരുന്നു. ശബത്ത് തോറും ആളുകൾ കൂടി വരിക പതിവായിരുന്നു. But the people, real people of God, ദൈവത്തിൻ്റെ യഥാർത്ഥ ജനം was one here and one there. അവിടെ ഇവിടെയും ഓരോരുത്തരായിരുന്നു. ഇന്ന് അനേകർ ഇവിടെ ഇതിൻ്റെ നടുവിലിരിപ്പുണ്ട്. I don't know who is God's singular man and woman here. ഇവിടെ ദൈവത്തിൻ്റെ ഒറ്റപ്പെട്ട മകനും മകളും ഏതാണെന്ന് എനിക്കറിയില്ല. Remember, your church or the group, നിങ്ങളായിരിക്കുന്ന സമൂഹം, ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹം ഒരു ഗ്യാരണ്ടി അല്ല. നിങ്ങൾ ദൈവം അറിയുന്ന, ദൈവത്തിൻ്റെ സ്വന്തം, ദൈവത്തിൻ്റെ പദ്ധതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു ജനമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഗ്യാരണ്ടിയല്ല.
അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെ ഇവിടെ ഒറ്റപ്പെട്ടവരുണ്ടായിരുന്നു. അവരുടെ സംഭവങ്ങൾക്ക് പോകുമ്പോൾ, അവരുടെ അടിമത്തത്തിൽ പോകുമ്പോൾ, അവർ അനേക കഷ്ടത്തിൽ കൂടി പോയപ്പോൾ they were one here and there. അവിടെ ഇവിടെ ഓരോരുത്തരുണ്ടായിരുന്നു waiting for God. When is that great salvation coming? ആ രക്ഷ എന്ന് വരും, ആ രക്ഷ എന്ന് വരും, ആ രക്ഷ എന്ന് വരുമെന്ന് കാത്തിരുന്ന് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന ഒരു കൂട്ടം ഭക്തന്മാർ ആ കാലങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. ആ കാലം തികഞ്ഞപ്പോൾ ദൈവം തൻ്റെ പ്രവാചകനായിരിക്കുന്ന യോഹന്നാനെ ഈ അത്ഭുത ജനനത്തിൽ കൂടി ഈ കാലഘട്ടത്തിലേക്ക് അയച്ചു. പെട്ടെന്നാണ് suddenly the voice of a prophet, ഒരു പ്രത്യേക ശബ്ദം, ഒരു പ്രവാചകന്റെ ശബ്ദം മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന എൻ്റെ ശബ്ദം, കർത്താവിൻ്റെ പാത നിരപ്പാക്കുവിൻ. Make straight the ways of the Lord. കർത്താവിൻ്റെ പാത നേരെയാക്കുവിൻ. ദൈവികമായിരിക്കുന്നൊരു ചലനം ആ സമൂഹത്തിന് നടുവിലുണ്ടായി. ചലനങ്ങളുള്ളപ്പോൾ ഓടിക്കൂടുന്ന ധാരാളം ആളുകളുണ്ട്. വളരെ പേർ ഓടിക്കൂടി. എന്നാൽ അതിന് നടുവിൽ കാത്തിരുന്ന ഒരു കൂട്ടരുണ്ട്. They were getting prepared for God. ദൈവത്തിനായിട്ട് ഒരുക്കപ്പെട്ടുകൊണ്ടിരുന്നൊരു ജനം അതിന് നടുവിലുണ്ടായിരുന്നു. പ്രത്യാശ കൈവിടാതെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പിടിച്ച് തങ്ങളുടെ ഹൃദയം കൊണ്ട് ദൈവത്തെ അറിഞ്ഞും സേവിച്ചും ആരാധിച്ചും yet I will serve this God, എന്നാൽ ഞാൻ ഈ ദൈവത്തെ സേവിക്കുമെന്നുള്ള നിലയിൽ നിന്നിരുന്നൊരു ജനമുണ്ട്. യോഹന്നാൻ്റെ വാക്കുകൾ അവർക്ക് പ്രത്യാശ കൊണ്ട്. യോഹന്നാൻ പറഞ്ഞ എന്താണ്? ആളുകളെല്ലാം കൂടി വന്നപ്പോൾ ഇറ്റ്സ് നോട്ട് അബൌട്ട് മീ, ഞാനല്ല. നിങ്ങൾ എൻ്റെ പ്രസംഗത്തിലല്ല കേന്ദ്രീകരിക്കേണ്ടത്, എൻ്റെ വാക്കുകളിലല്ല കേന്ദ്രീകരിക്കേണ്ടത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് മീ, എന്നെക്കുറിച്ച് അല്ല ഞാൻ പറയുന്നത്. എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്. ഞാൻ വന്നിരിക്കുന്നത് അവന് വേണ്ടി മാർഗം നേരെയാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദർ ഈസ് വൺ കമ്മിങ് ആഫ്റ്റർ മീ, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ എനിക്ക് മുമ്പനായിരുന്നു. അവൻ്റെ ചെരുപ്പിൻ്റെ ആ ലേസ് അഴിക്കുവാൻ, വള്ളി അഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല. Look unto him. അവനെ നോക്കുക, അവനെ നോക്കുക. This is a big dilemma of people. ആളുകളുടെ വലിയൊരു ഡിലമായത്. നാം ക്രിസ്തീയ ഗോളത്തിലും സാധാരണ കാണുന്ന കാര്യം, നേതാക്കന്മാർക്കും ശുശ്രൂഷകന്മാർക്കും പ്രാസംഗികർക്കും കൃപാവരപ്രാപ്തന്മാർക്കും ചുറ്റും തടിച്ചുകൂടുന്ന ജനത്തെയാണ്. That's a big folly we do. നാം ചെയ്യുന്ന ഏറ്റവും വലിയ ഭോഷത്വമാണ്. യോഹന്നാൻ വീണ്ടും വീണ്ടും പറഞ്ഞു, ഇറ്റ്സ് നോട്ട് അബൌട്ട് മീ, ഞാൻ എന്നെക്കുറിച്ചല്ല പറയുന്നത്, ഞാനല്ല ഇതിനകത്തെ തത്വം. ദർ ഈസ് വൺ കമ്മിങ് ആഫ്റ്റർ മീ. ആ മെസ്സേജ് യോഹന്നാൻ കൊടുത്തു. ആർക്ക് കിട്ടിയ സന്ദേശം? ആർക്ക് കിട്ടിയ സന്ദേശം? ഒരുക്കപ്പെട്ടവർക്ക് കിട്ടി. The rest got it wrong. അവൻ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ തള്ളിക്കളഞ്ഞു. This is the tragedy. ഒരു വലിയ ദുരന്തം ഇതാണ്. സന്ദേശവാഹകന്റെ ചുറ്റുമാളുകൾ കൂടുന്നു. സന്ദേശത്തിൻ്റെ മൂർത്തിയായിരിക്കുന്ന, സന്ദേശത്തിൻ്റെ അന്തസത്തയായിരിക്കുന്ന, സന്ദേശത്തിൻ്റെ കേന്ദ്രമായിരിക്കുന്ന, സന്ദേശത്തിൻ്റെ ആരാധ്യനായിരിക്കുന്ന അവനെ നഷ്ടപ്പെടുന്നു. ആമേൻ. യോഹന്നാൻ്റെ ആ ശുശ്രൂഷയുടെ ഫലം എന്തായിരുന്നു? A few people got ready for the Lord. കർത്താവിനെ ഉൾക്കൊള്ളുവാൻ, കർത്താവിനെ സ്വീകരിപ്പാൻ, കർത്താവിന് ശിഷ്യരാകുവാൻ. കർത്താവിൻ്റെ 2 ശിഷ്യന്മാരെ കുറിച്ച് നാം എങ്ങനെയാണ് കാണുന്നത്? പിറ്റേന്നാൾ യേശു വരുന്ന കൊണ്ട് യോഹന്നാൻ പറയുകയാണ്, കണ്ടാലും ബിഹോൾ, ശ്രദ്ധിച്ചു നോക്കുക, ഇവനാണ് ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ്റെ സഭയിൽ പെട്ടെന്ന് ആൾ കുറഞ്ഞു. 2 ശിഷ്യന്മാർ വിട്ടങ്ങ് പോയി. ആമേൻ. നമ്മൾ വിട്ടേച്ച് എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയോ? ഒരു സഭ വിട്ടേച്ച് അടുത്ത സഭയിലേക്കല്ല പോകേണ്ടത്. എവിടം വിട്ടാലും getting closer to Christ, getting closer to Christ.
നിങ്ങൾ എന്ത് വിട്ടു, എവിടേക്ക് വിട്ടു എന്നുള്ളതല്ല പ്രസക്തം. നിങ്ങൾ എന്ത് വിട്ടാലും നിങ്ങൾ കർത്താവിനോട് അടുക്കുവാൻ, കർത്താവിനെ ചേർത്ത് പിടിക്കുവാൻ, യേശു ക്രിസ്തുവിനെ അടുത്തറിയുവാനായിട്ടുള്ള നിലയിൽ നിങ്ങളുടെ വേർപാടുകൾ വന്നില്ലെങ്കിൽ ദർ ഇസ് നോ ഗ്ലോറി അബൌട്ട് ഇറ്റ്. അതിനെന്ത് മഹത്വം നിൽക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വിട്ടുപോകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിൻപിൽ ഉപേക്ഷിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മുൻപോട്ട് നടക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എങ്ങോട്ട്? ക്രിസ്തുവിലേക്ക്. അങ്ങനെ ഒരുക്കപ്പെട്ടവരെയാണ് പെന്തക്കോസ്ത് നാളിൽ 120 പേരെ നാം കാണുന്നു. ഒരു ഭാഗത്ത് വലിയ പുരുഷാരത്തെയാണ് യേശു ക്രിസ്തുവിൻ്റെ ചുറ്റും നാം കണ്ടുകൊണ്ടിരുന്നത്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവിടെ ബഹുപുരുഷാരമുണ്ടായിരുന്നില്ല. These were the small group of people who got ready for Christ. യേശു ക്രിസ്തുവിനായി തയ്യാറായ ആ ചെറിയ സമൂഹം ഈ 120 പേരായിരുന്നു. Amen. Where are you? നാം എവിടെയാണ്? എല്ലാവരുടെയും കൂട്ടത്തിൽ, ആ സമൂഹത്തിലാണോ? അതോ കർത്താവിന് വേണ്ടി തയ്യാറായ ഒറ്റപ്പെട്ടവരുടെ കൂട്ടത്തിലാണോ? ആമേൻ. ചെറിയ കൂട്ടം. ശ്രദ്ധിക്കുക, ദൈവസഭയ്ക്ക് പുറത്ത് ഇന്നും നടക്കുന്ന സഭയുടെ ശുശ്രൂഷ, സഭയ്ക്ക് പുറത്ത് ഇന്നും നടക്കുന്ന സഭയുടെ ശുശ്രൂഷ, അതിനാണ് ഇവാഞ്ചലിസം എന്ന് പറയുന്നത്. സുവിശേഷീകരണം. എന്താ സുവിശേഷീകരണം? യോഹന്നാൻ ചെയ്ത കാര്യം തന്നെയാണ്. സുവിശേഷകൻ നടന്ന് ഒരുക്കുകയല്ല ചെയ്യുന്നത്. പുറകെ നടന്ന് അടുത്ത ആഴ്ചയും പ്രാർത്ഥനയ്ക്ക് വരണം കേട്ടോ. പിന്നെയും പോയി 15 വർഷമായിട്ട് ആ വീട്ടിൽ ബൈബിൾ ക്ലാസ് നടക്കുക. മാനസാന്തര രക്ഷയുണ്ടാകുന്നില്ല. ഈ സമയം കൊണ്ട് ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ പഠിപ്പിച്ചും കഴിഞ്ഞു. സുവിശേഷകന്റെ ജോലി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതിങ്ങനെ നമ്മൾ വലിയ ഗുഡ്സ് ട്രെയിൻ കൊണ്ടുപോകുന്നാലേ കുറേ പേരെ വലിച്ചുകൊണ്ട് പോകുന്നൊരു കാര്യമല്ല. കർത്താവ് പറഞ്ഞല്ലോ, ഐ എം നോക്കിംഗ് അറ്റ് ദ ഡോർ. ഞാൻ ഹൃദയത്തെ മുട്ടി വിളിക്കുന്നു. ദൈവം ഒരുക്കിയത് കൊണ്ടാണ് നാം യേശു ക്രിസ്തുവിനെ അറിയുവാൻ ഇടയായി തീർന്നത്. അതിന് ഏതൊരു സുവിശേഷകൻ, ഏതൊരു മുഖാന്തരം കാരണമായെന്ന് മാത്രമേ ഉള്ളൂ. The Spirit and God's Word was at work. ഹല്ലേലൂയ. നമ്മുടെ സങ്കടങ്ങൾ ഒരുപക്ഷെ അതിന് കാരണമായി കാണും. നമ്മുടെ നഷ്ടങ്ങൾ അതിനൊരു പക്ഷേ കാരണമായി കാണും. നമ്മുടെ ജീവിതത്തിലെ വലിയ ദുഃഖങ്ങൾ, മുറിവുകൾ അതിന് കാരണമായി കാണും. ജീവിതത്തിൻ്റെ ഒന്നുമില്ലായ്മ അറിയുന്ന സമയങ്ങൾ, ജീവിതത്തിൻ്റെ നിരർത്ഥത അറിയുന്ന സംഭവങ്ങൾ, ജീവിതം എത്ര അർത്ഥശൂന്യമാണ്, അന്യോന്യം നമുക്ക് ആശ്രയിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളുടെ മാറ്റം. നത്തിങ് ഈസ് സ്റ്റേബിൾ ആൻഡ് പെർപെച്വൽ. ഒന്നും നിലനിൽക്കുന്നതല്ല എന്നും സ്ഥിരമല്ല എന്നറിഞ്ഞ കാര്യങ്ങൾ എല്ലാം കർത്താവ് നമ്മെ ഒരുക്കുകയായിരുന്നു. ഇതിൽ കൂടി ഹൃദയത്തിൽ ഒരുക്കപ്പെട്ടവരെ ഏതോ ഒരു യോഹന്നാൻ്റെ ശബ്ദത്തിൽ നാം നമ്മുടെ ശ്രദ്ധ രക്ഷകനിലേക്ക് തിരിയുവാനായിട്ടിടയായി തീർന്നു. ഇന്നും സുവിശേഷത്തിൻ്റെ നാദം പുറത്ത് കേൾക്കുമ്പോൾ there is someone or somewhere, എവിടെയോ ആരൊക്കെയോ എവിടെയൊക്കെയോ ഉണ്ട്. ആമേൻ. ആരുടെയും വാതിക്കൽ ചെന്ന് ചവിട്ടി പൊളിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ഇനഫ് ടു നോക്ക്. മുട്ടൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. കർത്താവ് ഇരിക്കിയിരിക്കുന്നവർ തക്ക സമയത്ത് ഹൃദയം തുറക്കും. ആമേൻ. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, യോഹന്നാൻ്റെ ശുശ്രൂഷ നാം കാണുന്നത് എന്താണ്? യേശു ക്രിസ്തു ഭൂമിയിൽ വരുന്ന
ആദ്യ വരവിന് മുമ്പായിട്ട് നടന്ന ഒരു ശുശ്രൂഷയാണിത്. ഇസ്രായേൽ ജനം മെശിഹായ്ക്ക് വേണ്ടി തയ്യാറാകേണ്ടതിന് ദൈവം ഒടുവിലയച്ച പ്രവാചകനാണ് യോഹന്നാൻ, സ്നാപക യോഹന്നാൻ. ഇനി ഞാൻ പറയുന്നത്, സഭയിൽ നടക്കുന്ന ശുശ്രൂഷ എന്താണ്? സഭയിലെ ശുശ്രൂഷയുടെ ആകത്തുക എന്താണ്? ഒന്ന് ആലോചിച്ച് വയ്ക്കുക. പ്രാർത്ഥനായോഗം നടത്തുക, പിന്നെ മീറ്റിംഗ് ലീഡ് ചെയ്യുക, പിന്നെ എന്തൊക്കെയാണ്? വർഷിപ്പ് ലീഡ് ചെയ്യുക, പിന്നെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക, പിന്നെ എന്തൊക്കെയാണ്? പല ഉത്തരവാദിത്തങ്ങൾ എടുക്കുക, സ്നാനപ്പെടുത്തുക, എന്തെല്ലാം കാര്യങ്ങളാണ് സഭയിലെ ശുശ്രൂഷ. ഞാൻ കൂടെ പറയാം, ഇതൊന്നുമല്ല സഭയിലെ ശുശ്രൂഷ. സഭയിലെ ശുശ്രൂഷ എന്താണ്? ഇറ്റ്സ് എ സെയിം പ്രിൻസിപ്പിൾ ഓഫ് ദ മിനിസ്ട്രി ഓഫ് ജോൺ. യോഹന്നാൻ്റെ അതേ പ്രമാണത്തിൽ, അടിസ്ഥാനത്തിലാണ് ദൈവസഭയിലെ ശുശ്രൂഷയും. ഇറ്റ് ഈസ് ടു മേക്ക് റെഡി എ പീപ്പിൾ പ്രിപ്പയർഡ് ഫോർ ദ ലോർഡ്. കർത്താവിനായിട്ട് ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനത്തെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കുക എന്നുള്ളതാണ് ദൈവസഭയിലെ ശുശ്രൂഷ. അല്ലാതെ ഈ പ്രോഗ്രാം നല്ല നൈസായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതല്ല. ഓരോ പ്രാവശ്യവും നമ്മുടെ പരിപാടി ഒന്നിനേക്കാൾ മെച്ചമായി കൊണ്ടുപോകുക എന്നുള്ളതല്ല. There is something happening in the church. സഭയിൽ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞാലും ഇല്ലേലും ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. There is a people getting prepared. ഒരുക്കമുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ജനം, ഒരുക്കപ്പെടുന്ന ഒരു ജനം. There is a preparation in the church going on. സഭയിൽ ഒരു ഒരുക്കം നടക്കുന്നുണ്ട്. ഞാനൊരിക്കൽ ഒരു സ്ഥലത്ത് ഒരു വിവാഹത്തിന് ഒരു സ്ഥലത്ത് ചെന്ന് അന്വേഷണം തുടങ്ങി. എനിക്ക് ആ കൃത്യം ഓഡിറ്റോറിയത്തിൻ്റെ പേര് വിട്ടുപോയി. അവിടെ ചെന്ന് ഞാൻ പലരോട് ചോദിച്ചപ്പം ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ ഇങ്ങനെ പോയാൽ അവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരു വിവാഹത്തിൻ്റെ ലക്ഷണമൊന്നും അവിടെ ഇല്ല. കാറുകളൊന്നുമില്ല, കേറ്ററേഴ്സൊന്നുമില്ല, അനക്കമൊന്നുമില്ല. അപ്പോൾ അവിടെ ചോദിച്ചെന്നെ പറഞ്ഞു, ഇങ്ങനെ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ 1 കിലോമീറ്റർ പോയാൽ അവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണ്, 3 or 4 ഓഡിറ്റോറിയത്തിൽ പോയി. ചെന്നിടത്തല്ല എനിക്കൊരു കാര്യം മനസ്സിലായി, ദിസ് ഈസ് ദ റോങ് പ്ലേസ്. ഇത് ശരിയായ സ്ഥലമല്ല. എങ്ങനെ എനിക്ക് മനസ്സിലായെന്നറിയാമോ? There was no sign of preparation. ഒരുക്കത്തിൻ്റെ ലക്ഷണമില്ലായിരുന്നു അവിടെ. I see many believers, it's very evident that they are not getting prepared. അനേക വിശ്വാസികളെ കാണുമ്പം ഒരു കാര്യം ക്ലിയറാണ്, ഒരുക്കം നടക്കുന്നില്ല. അതിനെക്കുറിച്ചുള്ള ചിന്ത, ഇതിനെക്കുറിച്ചുള്ള വേവലാതി, അങ്ങനെയുള്ള കാര്യം, ഇങ്ങനെയുള്ള കാര്യം, അവരോടുള്ള പ്രശ്നം, ഈ കാര്യം പറഞ്ഞു തീർക്കാനുണ്ട്, ഇത് കഴിഞ്ഞ് അത് പിടികിട്ടുന്നില്ല, ഇത് കിട്ടുന്നില്ല. പീപ്പിൾ ഹു ആർ സോ കൺഫ്യൂസ്ഡ്. പക്ഷെ പ്രാർത്ഥന ഭക്തിയുടെ ഒരുപാട് കാര്യങ്ങളെല്ലാം ചുറ്റുമുണ്ട്. ബട്ട് there is no preparation. ഒരുക്കം കാണുന്നില്ല. മനസ്സിലായോ ഞാൻ പറയുന്നത് എന്താണ്? The heart is not getting ready for the better day. For the good purpose I am called. ഞാൻ വിളിക്കപ്പെട്ട നല്ല ലക്ഷ്യത്തിന് വേണ്ടി I am getting ready. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു യാത്രയ്ക്കുള്ള ഒരുക്കം, ഒരു പുറപ്പാടിനുള്ള ഒരുക്കം, ഒരു വിവാഹത്തിനുള്ള ഒരുക്കം. No. But the program is going. പരിപാടികൾ നടക്കുന്നുണ്ട്.
അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നടക്കുന്നുണ്ട്. ആഴ്ച കൂട്ടായ്മ നടക്കുന്നു, മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്നു, പ്രാർത്ഥനാ യോഗങ്ങൾ നടക്കുന്നു, കൂടിവരവുകൾ നടക്കുന്നു. എവ്രിതിങ് ഈസ് ഗോയിങ്. നനയാത്ത നാഴികയിൽ കർത്താവ് പറയുമ്പോൾ കർത്താവിൻ്റെ അനേക ഉപമകളിൽ എടുത്തെടുത്തെടുത്ത് പറയുന്നൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് നനയാത്ത നാഴികയിൽ ബി റെഡി. യാമങ്ങളെക്കുറിച്ച് പറയുന്നു. ഓരോ 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 ഉപമകളും പറഞ്ഞ ശേഷം പറയുന്നു, മണവാളൻ ഏത് സമയത്ത് വരുമെന്നറിയായികയാൽ ബി റെഡി, ബി റെഡി. ഉണർന്നും ജാഗരിച്ചും പ്രാർത്ഥിച്ചും ബി റെഡി, ബി റെഡി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവസഭയിൽ നൽകപ്പെട്ട കാര്യങ്ങളുടെ നടുവിൽ ഒരുക്കം നടക്കുന്ന ചുരുക്കം പേരുണ്ട്. ഒരുക്കപ്പെട്ടവരാണ്. അവരെ ഒരുക്കുകയും അവരെ റെഡിയാക്കുകയും തയ്യാറാക്കുകയും ചെയ്യുന്നതാണ് ദൈവസഭയിലെ ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത്. ദൈവസഭയിൽ ഈ മെയിൻ്റനൻസ് അല്ല കേട്ടോ. 15 വർഷം പഴയ കാറ് പിന്നെയും പാച്ചൊട്ടിച്ച് പിന്നെയും വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ട് ഒന്ന് ശരിയാക്കി പിന്നെ കൊണ്ടുവന്ന് കഴിയുന്നുണ്ട്. അത് ശരിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പുറം കുഴപ്പമായി, പിന്നെയും കൊണ്ടുവന്നു, പിന്നെയും ശരിയായി. മെയിൻ്റനൻസ്. People who are not interested in God, ദൈവത്തിന് പ്രാമുഖ്യമില്ലാത്തവർ, whose heart is not set for Christ, ക്രിസ്തുവിന് വേണ്ടി ഹൃദയം നൽകപ്പെടാത്തവർ. Their Christianity, their spirituality is nothing but a religion. അവരുടെ ക്രിസ്തീയത, അവരുടെ ആത്മീയത വെറും മതം മാത്രം. The church is not for them. അവർക്ക് വേണ്ടിയുള്ളതല്ല സഭ. എല്ലാ സഭയിലും യേശു ക്രിസ്തുവിൻ്റെ നാളിലുണ്ടായിരുന്ന പോലെ ഒരു പുരുഷാരമുണ്ട്. ഈ പുരുഷാരം ഒരു സഹായമല്ല, ഈ പുരുഷാരം ഒരു വലിയ തടസ്സമാണ്. കർത്താവിനെ നിന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ഇവർ എങ്ങനെയൊന്ന് ഒഴിഞ്ഞിട്ട് വേണമെന്ന് പ്രാർത്ഥിക്കാൻ സമയം കിട്ടാൻ വലിയ പ്രോബ്ലമായിരുന്നു. ഒന്നൊഴിഞ്ഞ് ഒരു വള്ളത്തെ കയറി അക്കരെ ചെല്ലുമ്പോൾ ആളെല്ലാം കൂടെ അവിടെ വരിക. വലിയ ആവേശമൊക്കെ കാണിക്കുന്നവരുണ്ട്. I'm sorry for the multitude in the church. സഭയിലുള്ള ആൾക്കൂട്ടം യഥാർത്ഥ വീണ്ടും ജനനമില്ലാത്തവർ, കർത്താവിന് ഹൃദയം നൽകാത്തവർ, യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ വരിക്കാത്തവർ. ആരാണ് ഒരുക്കപ്പെടുന്നവർ? ആരാണ് ഒരുക്കപ്പെടുന്നവർ? എനിക്ക് പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ്റെ കുരിശും. എപ്പോഴാണത്? കൊയറ് പാടുമ്പോൾ കൂടെ പാടുന്ന പാട്ടല്ലത്. ഇൻ യുവർ ലോൺലി ടൈം, നിങ്ങളുടെ ഏകാന്തതയുടെ സമയങ്ങളിൽ. Where Christ is my song, where no one is there to sing with me. എന്നോടൊപ്പം ആരും കൂടെ പാടാനില്ലാത്തപ്പം എൻ്റെ പാട്ട് യേശു ക്രിസ്തു തന്നെയാകുമ്പോൾ, Hallelujah. Jesus Christ, lover of my soul. എൻ്റെ പ്രാണനെ സ്നേഹിച്ചവനായിരിക്കുന്ന യേശു ക്രിസ്തു, എൻ്റെ ആത്മനാഥൻ, എൻ്റെ പ്രാണനാഥൻ. അതൊരു വാചക ശൈലിയല്ല. ഈ സഭയിലെ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് വളരെ വിരസത കൊണ്ടതാണ്. നമ്മൾ ചില വാക്കുകളൊക്കെ അങ്ങ് പഠിച്ചു വച്ചിരിക്കുക. എൻ്റെ പ്രാണപ്രിയൻ, നമ്മുടെ സുന്ദരനായ മണവാളൻ. കുഞ്ഞെ, ആ സുന്ദരനായ മണവാളനെ നിന്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുകയാണോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ സുന്ദരനായ മണവാള, നിന്നെ പിരിഞ്ഞ് ഈ ലോകയാത്ര
Every day, Lord, let this be a wonderful day with you. ഈ ദിവസം അങ്ങയോടുകൂടി മനോഹരമായൊരു ദിവസമായിരിക്കട്ടെ. താങ്ക് യു ഫോർ ദിസ് ഡേ. ഈ ഒരു ദിവസത്തിനായിട്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. If you were not in my life, what a wilderness, how meaningless my life would have been. കർത്താവേ, ഞാൻ അങ്ങേ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എത്ര അർത്ഥശൂന്യമായിരുന്നു, എത്ര വിരസമായിരുന്നു, എത്ര പാഴായിരുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. സ്വന്തം ജീവിതത്തിൽ ഒറ്റയ്ക്ക് ജീവിതത്തിൻ്റെ നടപ്പുകളിൽ പ്രൈസ് ആൻഡ് വർഷിപ്പ് ഇല്ലാത്തവർ ദൈവസഭയിൽ വന്ന് പാട്ട് പാടുന്നതിൽ എന്താ അർത്ഥം? ദാറ്റ് ഈസ് എ മൾട്ടിറ്റ്യൂഡ് സിംഗിങ്. അതൊരു സമൂഹ പാട്ട് മാത്രമാണ്. But thank God who are getting prepared by the Holy Spirit and the word that they hear. അവർ കേൾക്കുന്ന വചനത്താലും അവർക്ക് ലഭിക്കുന്ന ആത്മീയ ഉത്തേജനത്താലും പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയാലും അന്തരംഗത്തിൽ ഒരുക്കം നടക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. This is a call in the church. സഭയിലെ വിളി ഇതാണ്. Not about maintenance. ഒന്നുകൂടെ ശരിയാകണം കേട്ടോ. ഇങ്ങനെയൊന്നും പോയാൽ പോരാ കേട്ടോ. ഇതിനെ ഇങ്ങനെയൊക്കെ പോകുന്നു. ഇങ്ങനെയാണോ ദൈവമക്കൾക്ക് ഇങ്ങനെയാണോ വേണ്ടത്? This is not the message in the church. സഭയിലെ സന്ദേശം ഇതല്ല. സഭയിലെ സന്ദേശം എൻ്റെ ഹൃദയത്തിൽ വന്ന സ്നേഹനാഥനായിരിക്കുന്ന ഈ രക്ഷകൻ, ആ രക്ഷിതാവിനെ കണ്ട ആ ജീവിതത്തിൻ്റെ മഹാത്മ്യമായി ഹോൾഡ് ഹിം ടൈറ്റ്ലി, മോർ ആൻഡ് മോർ, കൂടുതൽ കൂടുതൽ അവനെ പ്രിയങ്കരനായി പിടിച്ചുകൊള്ളുക. ജീസസ് ബിക്കമിങ് ഡിയറർ ഡേ ആഫ്റ്റർ ഡേ. നാൾ കഴിയുന്തോറും യേശു ക്രിസ്തു കൂടുതൽ പ്രിയങ്കരനായി തീർന്നുകൊണ്ടിരിക്കും. നാളുകൾ കഴിയുന്തോറും ഒരുക്കം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ദിവസങ്ങൾ എടുക്കുന്തോറും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ കോവിഡിൻ്റെ കാലം ലോകമാകപ്പാടും നടുങ്ങിയ സമയമായിരുന്നു. ശരിക്കും പ്രത്യാശയുള്ളവരെ സംബന്ധിച്ചോളം ഈ നടുക്കമുള്ള വിശ്വാസികൾ, ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. എനിക്കത് പിടികിട്ടുന്നില്ല. പൗലോസ് പറയുന്ന ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന രണ്ട് കാരണങ്ങളുണ്ട്. There are two things I really cherish. ഇഷ്ടപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ. എന്താ അത്? ഒന്ന്, absent from body, present with Christ. എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപിരിയുക, ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുക. അതേറെ ഉത്തമമല്ലോ. വേറൊരു ഭാഗം, എന്നാൽ നിങ്ങൾ നിമിത്തം, മൈ കോൾ, ദിസ് പീപ്പിൾ ഐ ഹാവ് ടേക്കൺ റെസ്പോൺസിബിലിറ്റി, ഞാൻ ഉത്തരവാദിത്വം എടുത്തിരിക്കുന്ന ജനം. ദ വർക്ക് ഈസ് സെറ്റ് ടു ബി ഫിനിഷ്ഡ്. ആ പ്രവൃത്തി ചെയ്യപ്പെടേണ്ടതുണ്ട്. രണ്ടിനാൽ ഞരകം. ആ ഞരകം നല്ലതാണ്. ഐ ഹാവ് സംതിങ് എറ്റ് ടു ബി കംപ്ലീറ്റഡ് ഇൻ മൈ കോൾ. എൻ്റെ വിളിയിൽ കർത്താവിൻ്റെ നാമനിമിത്തം എനിക്ക് ചില കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ജീവിച്ചിരിക്കുന്ന കാര്യമുണ്ട് കേട്ടോ. ഓഫീസറായി മാനേജറുടെ ഒന്നായി കഴിഞ്ഞ് മരിച്ചിരുന്നത് നല്ലതായിരുന്നു. അതിനുവേണ്ടി ജീവിക്കണ്ട. ഇതിനങ്ങനെ മാനേജർ എങ്ങനെ മരിച്ചാൽ എന്താ? മരണം കഴിഞ്ഞ് ആര്, ഹൂ കെയർസ്? മരണം കഴിഞ്ഞ് എന്തിന് പ്രസക്തിയുണ്ട്? എന്തിന് പ്രസക്തിയുണ്ട്? കറുത്ത ആളായിരുന്നോ വെളുത്ത ആളായിരുന്നോ ഡിഗ്രി ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നു, വലിയ പദവിയിലായിരുന്നോ കൊച്ചു, നത്തിങ് മാറ്റേഴ്സ്. പിന്നെന്തിന് വിലയുണ്ട്? ജീവിക്കുവാൻ ഒറ്റ കാരണമേ ഉള്ളൂ. ഗോഡ്സ് പർപ്പസസ് ഫോർ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിന് വേണ്ടിയുള്ള ദൈവിക ഉദ്ദേശങ്ങൾ. അത് തീർന്നോ അങ്ങ് പോയാൽ മതി. അതിന് കൊറോണ എന്നോ എന്ത് വേണേ വിളിച്ചു. ആമേൻ. getting prepared, ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഉണ്ടോ? അത് സംഭവിക്കുന്നുണ്ടോ? കൗണ്ടിങ് മൈ ഡേയ്സ്, എൻ്റെ ദിനങ്ങളെ ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുന്നു. getting ready. വെളിപ്പാട് ദിവസവും
അതിൻ്റെ 19-ാം അധ്യായം 7-ാം വാക്യത്തിലാണ്. Let us rejoice and be glad. നാം സന്തോഷിച്ച് ആനന്ദിക്കുക. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. എന്താ കാര്യം? കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ എന്ന് പറഞ്ഞാൽ the day has come. We were getting prepared. ആർക്കാ enthusiasm ഉള്ളത്? തൻ്റെ കാന്തയും തന്നെ ഒരുക്കിയിരിക്കുന്നു, സജ്ജമായി, മെയ്ഡ് റെഡി. ഞാൻ ഈ പറഞ്ഞ പദമാണ്, തയ്യാറായിരിക്കുന്നു. ആർക്കാ ആ സമയം സന്തോഷമുള്ളത്? അടുത്ത വീട്ടിലെ കല്യാണത്തിന് ഇവിടത്തുകാർക്ക് എന്നാ സന്തോഷം? അവർക്കല്ലേ സന്തോഷം. ഞാൻ കാത്തിരുന്ന എൻ്റെ കർത്താവിൻ്റെ നാൾ വന്നിരിക്കുന്നു. Praise the Lord, let's rejoice. നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ഈ കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് എന്തോ ബൈബിൾ ക്ലാസ്സാണ് നടക്കുന്നറിയോ? അയ്യോ, വെളിപ്പാട് പുസ്തകം കേട്ട് മടുത്തു. ഞാൻ വെറുതെ പറഞ്ഞതല്ല കേട്ടോ. എന്തെല്ലാം കാര്യങ്ങളാ. കറുത്ത കുതിര ഏതാ, വെളുത്തത് ഏതാണോ, നോയൻ. ഇതൊക്കെ കഴിഞ്ഞാലും പറഞ്ഞ ആളും കേട്ടവർക്കും ഒരുക്കം കാണുന്നില്ല. കർത്താവ് ഇതാ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷിച്ചുള്ള ഉല്ലാസമല്ല കാണുന്നത്. യോ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് ദൈവമക്കളെ, ദൈവസഭയിൽ ഗെറ്റിംഗ് റെഡി ഫോർ ക്രൈസ്റ്റ്, കർത്താവിന് വേണ്ടി തയ്യാറായിക്കുക എന്നുള്ളതാണ് ഇന്ന് നടക്കുന്ന ഒരുക്കമാണ്. എന്താ ഈ ഒരുക്കം? മൈ ടോട്ടൽ കമ്മിറ്റ്മെൻറ്റ് ഫോർ ക്രൈസ്റ്റ്. കർത്താവേ ഇത് പോരാ, എൻ്റെ പൂർണ്ണ പ്രതിബദ്ധത, മൈ ഫോർമോസ്റ്റ് പ്രയോറിറ്റി, എൻ്റെ അത്യുത്തമമായിരിക്കുന്ന മുൻഗണന. മൈ ലവ് നോട്ട് ഇനഫ്, മൈ ഹോൾ ലവ്, എൻ്റെ സ്നേഹം അത് മാത്രം പോരാ, പൂർണ്ണ സ്നേഹം. പത്രസോട് ചോദിച്ച പോലെ സ്നേഹിക്കുന്നു എന്നുള്ളതല്ല, ഇവരിലുപരിയായി. യെസ് ലോർഡ്, അതേ കർത്താവേ. പ്രിപ്പറേഷൻ. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന കാര്യം, അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ, വചനം കൊണ്ട് കഴുകുകയാണ്. വചനം കൊണ്ട് തല നിറയ്ക്കുകയാണെന്നല്ല ഇതിൻ്റെ അർത്ഥം. വചനം കൊണ്ട് എന്ത് നടക്കുകയാണ്? വാഷ്ഡ്. എന്തിനായി കഴുകൽ നടക്കുന്ന കഴുകൽ കൂടി സ്പോട്ട്സ് ഉണ്ടാകരുത്. നമ്മൾ കണ്ണാടിയിലൊക്കെ നോക്കുമല്ലോ, എന്തെങ്കിലും പാടുണ്ടോന്ന്. നോ സ്പോട്ട്. പിന്നെ നോ റിങ്കിൾ. ഇപ്പൊ പ്രായം അറിയാതിരിക്കുവാനായിട്ടുള്ള പേസ്റ്റൊക്കെ ഉണ്ട്, ചെറിയൊന്നും അറിയത്തില്ല. നോ റിങ്കിൾ, കറ ചുളുക്കം അങ്ങനെ ഒന്നുമില്ലാതെ. പിന്നെ സഭയെ ശുദ്ധയും ഇൻ ഹോളിനെസ് വിതൗട്ട് ബ്ലെയിം, കളങ്കരഹിതയായി വിശുദ്ധയായി തനിക്ക് വേണ്ടി തന്നെ പൂർണ്ണ തേജസ്സോടെ ടു പ്രസന്റ് ടു ഹിംസെൽഫ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കർത്താവ് തൻ്റെ ജീവൻ അങ്ങോട്ട് കൊടുത്തേച്ച് സമ്മാനമായി തിരിച്ചു കിട്ടിയത് തൻ്റെ സഭയെയാണ്. Jesus is longing for the day. Jesus is longing for the day to receive his bride. തൻ്റെ മണവാട്ടിയെ ചേർത്ത് കൊള്ളുവാനുള്ള നാളിന് വേണ്ടി ഈ ആത്മമണവാളൻ കാത്തിരിക്കുകയാണ്. Who is the bride? ആരാണ് ഈ മണവാട്ടി? Who are being washed by his word. തൻ്റെ വചനത്താൽ ഇന്ന് കഴുകൽ നടക്കുന്നവർ, കഴുകപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, യോഗങ്ങൾ കൂടുന്നവരും കൂട്ടങ്ങൾ കൂടുന്നവരും പരിപാടികൾ സംബന്ധിക്കുന്നവരുമല്ല, for being really washed out of every spot. ഓരോ പ്രാവശ്യവും ഓരോ മറുകം, ഓരോ പാടുകളും കഴുകപ്പെടുന്നു, ജരയില്ലാതായി തീരുന്നു, വിശുദ്ധയായി തീർന്നുകൊണ്ടിരിക്കുന്നു, കളങ്കരഹിതയായി തീർന്നുകൊണ്ടിരിക്കുന്നു. Filled with the glory, യേശു ക്രിസ്തുവിൻ്റെ മഹത്വം കൂടുതൽ പ്രാപിച്ച്
അവന് വേണ്ടി കാന്തയുടെ ആഗ്രഹവും അവന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ യഥാർത്ഥ മണവാട്ടിയാകുമ്പോൾ ഈ ലോകത്തിലെ ആഗ്രഹങ്ങൾ അത്രയും ഇല്ലാതെയായിത്തീരും. ഇവിടെ ആഗ്രഹങ്ങൾ പുലർത്തുന്നവരാരും മണവാട്ടിയല്ല. ഇവിടെ ബാക്കി കുറേ ആഗ്രഹം വെച്ചുകൊണ്ട് കർത്താവെ അത് നടത്തണമേ, കർത്താവെ അങ്ങനെ ഒരു വാഗ്ദത്തം എനിക്ക് തന്നിട്ടുണ്ടല്ലോ, 100 വാഗ്ദത്തം വെച്ച് പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. Their whole desire is here. ഇവിടെയാണ് അവരുടെ താല്പര്യം. മണവാട്ടിയുടെ താല്പര്യം എന്താണ്? When my Savior, my groom, എൻ്റെ ആത്മമണവാളൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. Getting ready. This is the church. സഭ ഇതാണ്. സഭയിലെ ശുശ്രൂഷ എന്താണ്? ഗെറ്റിംഗ് റെഡി ദ ബ്രൈഡ്. ഈ മണവാട്ടിയെ ഒരുക്കി തയ്യാറാക്കുക എന്നുള്ളതാണ്. ആർ യു ദ ചർച്ച്? നിങ്ങൾ യഥാർത്ഥ സഭയിലാണോ? ആർ യു പ്രിപ്പയർഡ്? ഗെറ്റിംഗ് പ്രിപ്പയർഡ്? നിങ്ങൾ ഒരുക്കത്തിലാണോ? ആർ യു ഗെറ്റിംഗ് റെഡി? നിങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണോ? ദാറ്റ് ഈസ് ദ ചർച്ച് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ സഭേതാണ്. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Treasures of Darkness, Pastor Raju Ebenezer's latest book, originally published in the United States, is now published in India. Do you yearn for a closer walk with God? Do you long to serve God more fruitfully? Do you go through difficult times? If so, this book is for you. The book is being made available at all major Christian bookshops of India. It is also available at Amazon.in and RajuEbenezer.com. You may also call 0984 6598 704.